ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ഞാൻ പോയില്ല, ബാക്കിയുള്ളവരൊക്കെ പോയി. ഞാൻ നാളെ പോവുകയുള്ളൂ. ആണോ? നാളത്തെ കല്യാണം ഞങ്ങൾക്കുണ്ട് കേട്ടോ. മേഘ വരുന്ന ഉറപ്പാണെങ്കിൽ ഞാൻ വരട്ടെ. അതിനെ കുസൃതിയോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ മേഘ ചിരിച്ചു. ഞാൻ എന്തായാലും വരും, വായോ. ആര് വായോന്ന്? അപ്പുറന്ന് വീണ്ടും ചിരി. അത് പിന്നെ സിത്തുവേട്ടൻ. അത് പറഞ്ഞപ്പോൾ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. അതെ, പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചാ. ഞാൻ നാളെ വൈകുന്നേരം ചെന്നൈക്ക് തിരിച്ചു പോകും. പിന്നെ നമ്മുടെ കല്യാണത്തോടടുപ്പിച്ച് തിരിച്ചു വരികയുള്ളൂ. ആണോ? എന്തോ പോകുന്നത് കേട്ടപ്പോൾ ചെറിയൊരു സങ്കടം പോലെ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളതാണ്. പിന്നെ അവർ സംസാരിച്ചുകൊണ്ട് നിന്നു. കറണ്ട് പോയി വന്നപ്പോൾ ജനറേറ്റർ നോക്കാനായി വീണ്ടും സൈഡിലേക്ക് ഇറങ്ങിയതായിരുന്നു ജീവൻ. നേരത്തെ ഗീതമായും സുധാകരമാവനും പിള്ളേരൊക്കെ വന്നപ്പോൾ മേഘയും കൂടെ ഉണ്ടാവുമെന്ന് കരുതി. കാണാതായപ്പോൾ അടുക്കള ഭാഗത്ത് വീണ്ടും പിൻവശത്തൊക്കെ ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി. പക്ഷേ എവിടെയും അവളില്ല. ജനറേറ്റർ നോക്കാൻ വലിയമ്മയുടെ ഭർത്താവ് ഇറങ്ങിയപ്പോൾ താൻ നോയിക്കോളാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. മതിലിനപ്പുറത്ത് തലയിട്ട് നോക്കിയാൽ മേഘയെ ചിലപ്പോൾ കാണാൻ പറ്റിയേക്കുമെന്നൊരു പ്രതീക്ഷ അവനുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടാൽ നാണക്കേടാണ്. മുതിർന്നവരാരെങ്കിലും ആണ് കാണുന്നെങ്കിൽ ചിലപ്പോൾ അടിയും കിട്ടിയെന്ന് വരും. എന്നാലും നോക്കാതിരിക്കാൻ പറ്റുന്നില്ല. പറ്റിയാലൊന്ന് സംസാരിക്കുകയും ചെയ്യണം. ഇവൾക്ക് ഇത് എന്തിൻ്റെ കേടായിട്ടപ്പോൾ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്? കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മതിയായിരുന്നല്ലോ. ഇവിടെ കുറച്ച് നാൾ കൂടെ അവളുണ്ടായിരുന്നെങ്കിൽ തൻ്റെ കല്യാണം കഴിയാൻ തരം കിട്ടുമ്പോഴൊക്കെ അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്ന് കാണാമായിരുന്നു. അല്ലെങ്കിൽ വഴിയിൽ വെച്ചോ കേക്ക് ഷോപ്പിൽ എന്തെങ്കിലും പറഞ്ഞു ചെന്നു. ഇതിപ്പോ ജനറേറ്റർ നോക്കുന്ന കൂട്ടത്തിൽ ജീവൻ പതുക്കെ അയൽ വീട്ടിലേക്ക് നോക്കി. ലൈറ്റുകളുണ്ട്, ആരെയും കാണുന്നില്ല. പതുക്കെ ഒരു മോഹുള്ളിൽ തലപൊന്തി. അവിടെയുള്ളവരൊക്കെ ഇപ്പോൾ തൻ്റെ വീട്ടിലുണ്ട്. മേഘ മാത്രമേ ഇപ്പോൾ അവിടെ കാണുകയുള്ളൂ. തൻ്റെ വീടിന് നേർക്ക് നോക്കിയപ്പോൾ എല്ലാവരും ആഘോഷത്തിൽ മുഴുകിയിരിക്കുകയാണ്. ജീവന്റെ കാറുകൾ പതുക്കെ മേഘയുടെ വീടിന് നേരെ ചലിച്ചു. ആളുടെ വീടിന്റെ ഗേറ്റ് പതുക്കെ തുറന്നപ്പോൾ തന്നെ കണ്ടു. സിറ്റൗട്ടിന്റെ താഴെ ഒരു കോണിലേക്ക് നീങ്ങുന്നുണ്ട് ഫോൺ ചെയ്യുന്ന മേഘയെ. ആരോടോ ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. മിക്കവാറും അവൻ തന്നെ ആയിരിക്കും. ജീവന്റെ ഉള്ളിൽ രോഷം പതഞ്ഞു വരുന്നു. ഇവൾക്ക് എന്താണ് ഇത്ര സന്തോഷം? താൻ ഒഴിവാക്കാൻ കാത്തു നിൽക്കായിരുന്നു അവനുമായി ചിരിച്ചു കളിക്കാൻ. ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടന്നൊന്നും അവൾ അറിഞ്ഞിട്ടേയില്ല. ജീവന്റെ ഉള്ളിൽ ഒരു വന്യമൃഗം ചുരമാന്തി തുടങ്ങി. ജീവൻ ഒന്നുകൂടെ ചുറ്റും നോക്കി. ആരുമില്ല. ശരി സിദ്ധേട്ടാ, നാളെ കാണാം. അപ്പോൾ അവൻ തന്നെയാണ്. ഫോൺ വെക്കുമ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അവൾ സീറ്റൗട്ടിലേക്ക് കയറുമ്പോഴാണ് ഒരു മൂലയിലായി ജീവൻ നിൽക്കുന്നത് കണ്ടത്. പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാതെ കാഴ്ചയായതിനാൽ മേഘ നന്നായിട്ടൊന്നും ഭയന്നു. താനോ? താനെന്താ ഇവിടെ? താനെന്നോ? ജീവേട്ടെന്ന് തേച്ച് വിളിക്കാത്ത പെണ്ണ ഇപ്പം മുഖത്ത് നോക്കി താനെന്നൊക്കെ വിളിച്ചു തുടങ്ങി. ജീവന്റെ മുഖത്ത് വല്ലാത്ത വിഷമം നിറഞ്ഞു. തന്റെ കയ്യിലിപ്പിച്ച് തന്നെ താനെന്നല്ല വിളിക്കേണ്ടത്. വിളിക്കേണ്ട പേര് വേറെ പലതുവാ. അതൊന്നും വിളിച്ചില്ലല്ലോ, സമാധാനിച്ചോ? എടി, ഒരു മിനിറ്റ്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും കേൾക്കാനില്ല, താനിപ്പോ പോയേ. മേഘ അതും പറഞ്ഞ് അവനെ തുറിച്ചു നോക്കി. പിന്നെ അവനെ കടന്ന് വീടിന്റെ അകത്തേക്ക് കയറി. വാതിലടക്കാൻ നേരം ജീവൻ അത് ബലമായി തള്ളി തുറന്ന് അകത്തേക്ക് അവരോടൊപ്പം കയറുകയും ചെയ്തു. ഇവിടെ താനിതെന്ത് പ്രാന്താണ് ഈ കാണിക്കുന്നത്? ഇറങ്ങി പോടോ വെളിയിൽ. പുറത്തേക്ക് അയച്ചുകൊണ്ട് മേഘ ആക്രോശിച്ചു. അത് പറഞ്ഞപ്പോൾ ജീവന് വൃത്തിയായിട്ട് ചിരിയോടെ മുൻവശത്ത് വാതിൽ കുറ്റിയിടുകയാണ് ചെയ്തു. പുറമേക്ക് എത്ര ധൈര്യം കാണിച്ചാലും ചില സമയം മനുഷ്യർ വല്ലാതെ പതറിപ്പോവും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു മേഘയും. ജീവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് അവൾ വിചാരിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ ആരുമില്ല. ഒരൊച്ച എടുത്താൽ പോലും ചിലപ്പോൾ അപ്പുറത്തെ അപകടത്തിൽ ആരും കേൾക്കണമെന്നില്ല. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് പിടക്കുന്നത്? നിന്നോടൊരു കാര്യം പറയാന്ന് വെച്ച് വന്നാ. പക്ഷെ മോളിങ്ങനെ കിടന്ന് പിടക്കുകയാണെങ്കിൽ കാര്യം മാത്രം പറഞ്ഞിട്ട് പോകുന്നത് എങ്ങനെയാ? അതും പറഞ്ഞ് അവൻ തന്നെ മീശത്തുമ്പെന്ന് കടിച്ച് അവള് വല്ലാത്തൊരു നോട്ടം നോക്കി. അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൾ വേഗം അടുക്കള വശത്തേക്ക് നടന്നു. അവിടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കരുതിയാണ് അവൾ അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ അവിടെ നീക്കം മനസ്സിലായ ജീവൻ വേഗം തന്നെ അവിടെ മുന്നിൽ കടന്നു നിന്നു. അവനെ കടന്ന് അവൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെയായി. കയ്യിൽ ഫോണുണ്ട്. മേഘ വേഗം അതെടുത്ത് അച്ഛനെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ജീവൻ ഫോൺ തട്ടിപ്പറിച്ച് കഴിഞ്ഞിരുന്നു. എന്റെ ഫോൺ തള പട്ടി! മേഘ ചീറി. പക്ഷെ അവിടെ ആ ചീറൽ ആസിക്കുന്ന പോലെയാണ് ജീവൻ നിന്നത്. അങ്ങനെ അങ്ങ് തന്നാലെങ്ങനെയാണ്? പണ്ട് നീ ഇങ്ങനെയാ, വല്ലാത്ത ബുദ്ധിമതിയാ. അതുകൊണ്ടല്ലേ ഇങ്ങനെ എൻ്റെ അടുത്ത് വിട്ടിട്ട് ഞൂട്ടിയിട്ട് കൊണ്ട് നീ ഓരോ നീക്കങ്ങൾ നടത്തുന്നത്. എൻ്റെ മോളെ, നീ എന്താണ് വിചാരിച്ചത്? ജീവേട്ടന് നിന്നോട് ഇഷ്ടമില്ലെന്നോ? ഇഷ്ടമാണടി പൊന്നെ. ദേ, ഈ നെഞ്ചു നിറയെ നിന്നോടുള്ള സ്നേഹം മാത്രമാണ്. പിന്നെ എന്ത് ചെയ്യാനാടി? ജീവിക്കണി പണം വേണ്ടേ? നിന്റെ തന്തയുടെ കയ്യിൽ അത് ഇല്ലാതായി പോയില്ലേ? അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. പക്ഷേ എന്ന് കരുതി മോളോടുള്ള ഇഷ്ടം അങ്ങനെ മറക്കാൻ പറ്റും നിന്റെ ചേട്ടന്? എന്തിനാടി പൊന്നെ നീ വേഗം കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നത്? അതങ്ങ് വേണ്ടെന്ന് നോക്കിയടി. നിനക്ക് ഞാനുണ്ട്. ഈ ജീവേട്ടൻ, ആ ആവണി എന്ന് പറയുന്നവൾ അവിടെ അങ്ങനെ എൻ്റെ ഭാര്യയായിട്ട് ഇരുന്നോട്ടെ. പക്ഷേ നമുക്ക് പണ്ടത്തെ പോലെ തന്നെ സ്നേഹിക്കാടി. ജീവന്റെ വാക്കുകൾ കേട്ടപ്പോൾ മേഘയ്ക്ക് തന്റെ ശരീരത്തിലൂടെ 1000 പുഴുക്കൾ ഇഴയുന്ന പോലെ തോന്നി. ഇതൊക്കെ നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ തള്ളയോട് പറയണു.
മേഘയുടെ വായിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ ജീവൻ വല്ലാതെ ഞെട്ടിപ്പോയി. എടി, നീ എന്റെ തള്ളക്ക് വിളിക്കുന്നോ? ജീവൻ മേഘയെ കടന്നു പിടിച്ചു. അവന് ഒറ്റടി കൊല്ലാനുള്ള ദേഷ്യം അപ്പോൾ മേഘയ്ക്ക് തോന്നി. കുറെ അവന്റെ കയ്യിൽ കിടന്ന് കുതിരി നോക്കിയെങ്കിലും അവൻ പിടിവിടുന്നുണ്ടായിരുന്നില്ല. പിടിയിലും വലിയിലും അവളുടെ ചുരിദാർ കൈഭാഗം നീളത്തിൽ കീറുകൂടി ചെയ്തു. മേഘയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. കിട്ടിയ തക്കത്തിന് നെഞ്ചോട് അടക്കി പിടിച്ച് അവൻ അവളുടെ ശരീരഭാഗങ്ങളിൽ വല്ലാതെ പിടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രക്ഷയില്ലാതായ മേഘ അവന്റെ നെഞ്ചിലെ ഭാഗത്ത് പല്ലുകൾ ആഴ്ത്തി കടിച്ചു. അവൾ കടിച്ചു തുടങ്ങിയപ്പോൾ ഒരു കൈ കൊണ്ട് അവൾ അടക്കി പിടിച്ച മറ്റേ കൈ കൊണ്ട് അവളുടെ വായ്പത്താൻ ജീവനൊരു ശ്രമം നടത്തി. പക്ഷെ ആ വായ്പത്തിയ സമയത്ത് തന്നെ അവന്റെ കൈപ്പത്തിയിലും അവൾ ഉള്ള ശക്തി എടുത്ത് ആഞ്ഞു കടിച്ചു. തന്റെ ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടുന്ന പോലെ ജീവന് തോന്നി. ഒരർച്ച തൊണ്ടക്കുഴിയിൽ വന്ന് തങ്ങി. വേദന സഹിക്കാൻ പറ്റാതെ അവൻ പിടിവിടുകയും ചെയ്തു. അവൻ പിടിവിട്ട ഉടനെ തന്നെ മേഘനേരെ അടുക്കള ഭാഗത്തേക്ക് ഓടി. എടീ, നിന്നെ ജീവൻ പിന്നാലെ വരുന്നവൾ അറിയുന്നുണ്ടായിരുന്നു. താൻ ഓടിയാൽ അവൻ എങ്ങനെയും പിടിക്കും. അവളുടെ കണ്ണുകൾ അടുക്കള ഭാഗത്ത് 4 ചുറ്റും പാഞ്ഞു. വീട്ടിൽ ചോറ് വെക്കുന്ന വിറകടുപ്പിലാണ്. ആ അടുപ്പിൽ തന്നെ അമ്മ അച്ഛന് വൈകുന്നേരം കുളിക്കാനായി വെള്ളം ചൂടാക്കുകയും ചെയ്യും. വെള്ളം ചൂടായി കഴിഞ്ഞാൽ അടുപ്പിൽ കനലുണ്ടെങ്കിൽ അടുപ്പിന്റെ മേലൊരു സോസ് പാനിൽ അമ്മ വെള്ളം എടുത്ത് വെറുതെ വെക്കാറുണ്ട്. ആ വെള്ളം അവിടെ കിടന്ന് ചൂടായിക്കോളും. പിന്നെ രാത്രി എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ആ കനൽ ഊതിക്കെടുത്താറുള്ളൂ. മേഘ വിറകടുപ്പിലേക്ക് നോക്കിയപ്പോൾ ഇന്ന് അതുപോലെ സോസ് പാൻ ഇരിക്കുന്നുണ്ട്. ഓടിയെത്തി നേരെ ചെന്ന് അതെടുത്തു. കുറച്ച് വെള്ളം അതിൽ ബാക്കിയുണ്ട്. തൊട്ടു പിന്നിൽ തന്നെ ജീവൻ അവളെ തൊട്ടില്ലെന്ന മട്ടിൽ വന്ന് നിന്നു. മേഘ പിന്നെയൊന്നും നോക്കിയില്ല. കൈപ്പിടിയുള്ള ആ സോസ് പാൻ അവൾ അടുപ്പിൽ നിന്നെടുത്തു. അതിനിടയിൽ കുറച്ച് മാത്രമുള്ള ചൂടുവെള്ളം അവന്റെ നേരെ വീശിയെറിഞ്ഞു. ചൂടുവെള്ളം വീണ വഴിയെ ജീവൻ മുഖം പൊത്തി അലറി. മുഖം പൊത്തിയതിനാൽ മുഖത്ത് അല്പമേ ആയുള്ളൂ. ബാക്കി അവന്റെ നെഞ്ചിലും വയറുമായി വീണു. ശൗര്യം വിടാതെ ജീവൻ പിന്നെ അലറിയപ്പോൾ അവൾ ആ സോസ് പാൻ കൊണ്ട് അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. തന്റെ മുഖമാകെ പൊളിഞ്ഞ പോലെ ജീവന് നിമിഷം തോന്നി. പാത്രത്തിന്റെ പിന്നിലെ കരിയൊക്കെ അവന്റെ മുഖത്തായി കഴിഞ്ഞപ്പോൾ കരി പിടിച്ച കറിക്കലത്തിൽ തലയിട്ട പൂച്ചയുടെ പോലെ അവന്റെ മുഖം. ഇനി അവിടെ നിന്നാൽ കുഴപ്പമെന്ന് മനസ്സിലാക്കിയ ജീവൻ പൊള്ളി നീർന്ന ദേഹവും വേദന കൊണ്ട് ധരിച്ച മുഖവുമായി പുറത്തേക്ക് ഓടി. അവൻ പോയി ഒരു 10 മിനിറ്റോളം മേഘ ആ നിൽപ്പ് തന്നെ അവിടെ നിന്നു. കുറച്ച് സമയം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്? സങ്കടം കൊണ്ട് അവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു പോയി. പുറത്തുനിന്ന് അമ്മയുടെയും പിള്ളേരുടെയും ശബ്ദം കേൾക്കുന്നുണ്ട്. കല്യാണ വീട്ടിലും തിരിച്ചു വരുന്ന വരവാണ്. തന്നെ ഇങ്ങനെ അവർ കണ്ടാൽ ആ കുഴപ്പമാവും. മേഘ വേഗ ആ പാത്രം വെച്ചിട്ട് നിലത്തേക്ക് പോയ വെള്ളത്തിന്റെ മേലേക്ക് ഒരു തുണിയെടുത്തിട്ട് അടുക്കള വാതിന്റെ ലോക്കും തുറന്നു വെച്ച് തന്റെ റൂമിലേക്ക് ഓടിക്കയറി. വാതിലടച്ച് കുറ്റിയിട്ടതിന് ശേഷമാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. തന്നെ ഈ കോലത്തിരങ്ങാൻ അമ്മയും അനിയത്തിമാരും കണ്ടാൽ അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യം പിടികിട്ടും. അവരുടെ മുമ്പിലൊന്നും അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഉള്ള കാര്യം തുറന്നു പറയേണ്ടി വരും. കാര്യം അറിഞ്ഞാൽ കല്യാണ വീട് ചിലപ്പോൾ മരണ വീടാവാനും സാധ്യതയുണ്ട്. മേഘയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രവൃത്തി അവൾ ജീവന്റെ അടുത്ത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അയാൾക്ക് എത്ര ധൈര്യം ഉണ്ടാവണം. നാളെ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്താൻ പോകുന്നവനാണ്. ഓർക്കും തോറും മേഘക്ക് ജീവനോടുള്ള അറപ്പും വെറുപ്പും കൂടിക്കൂടി വന്നു. ഇങ്ങനെ ഒരുത്തനെ ആയിരുന്നല്ലോ താൻ കാലങ്ങളോളം ഹൃദയത്തിലേറ്റി നടന്നിരുന്നെന്ന് ഓർത്തപ്പോൾ അവളോട് തന്നെ അവൾക്ക് ദേഷ്യം തോന്നി. പൂച്ച എങ്ങാണ്ട് കയറിയും തോന്നുന്നു. ആകെ തട്ടിമറിച്ചിരിക്കുന്ന കണ്ടില്ലേ? ആ പെണ്ണിത് എവിടെ പോയി? അടുക്കളയിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. തന്നെയാണ് അന്വേഷിക്കുന്നത്. നിലത്തെ വെള്ളവും മറ്റും കണ്ടിട്ടാവും അമ്മ ഇങ്ങനെ പറയുന്നത്. പോരാതിന് ജീവൻ ഓടുന്ന വഴിയിൽ എന്തൊക്കെയോ തട്ടിമറിച്ചിരുന്ന ശബ്ദം കൂടെ കേട്ടിരുന്നു. അന്നേരം അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. മേഘേ, എടി മേഘേ, നീ അവിടെ എന്തെടുക്കുക? താനും പിള്ളേരും വന്നിട്ട് കുറച്ചധികം സമയം കഴിഞ്ഞിട്ടും മേഘയെ കാണാതായപ്പോൾ ഗീത അവൾ അന്വേഷിച്ചു തുടങ്ങി. ഞാനൊന്ന് കുളിക്കാൻ തുടങ്ങിയായിരുന്നു, ഇപ്പൊ വരാം. മുറിയുടെ വാതിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്ന മേഘ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ നേരത്തെ എന്തിനാടി പെണ്ണെ കുളിക്കുന്നത്? നീരിറങ്ങും. ഗീത പറഞ്ഞതിന് മേഘ മറുപടിയൊന്നും കൊടുത്തില്ല. മേഘ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കൈഭാഗാകെ പൊളിഞ്ഞിട്ടുണ്ട്, തോളക്ക് നീറുന്ന പോലെ. ആ ഡ്രസ്സ് അഴിച്ചു മാറ്റി അലമാരയുടെ ഏറ്റവും അടിയിലായി തിരികെ വെച്ചു. നാളെ ആരും കാണാതെ അതെടുത്ത് കത്തിച്ചു കളയണം. അമ്മയോട് കുളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ കാരണം അവൾ വേഗം കുളിക്കാനും കയറി. കുളിച്ചു കഴിഞ്ഞ് പമ്മിയാണ് അവൾ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനൊരു മടി. നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അച്ഛന്റെ ബന്ധത്തിലുള്ള ഒരു വല്യമ്മ മാത്രം ആളിലെ സോഫയിൽ ഇരിപ്പുണ്ട്. അമ്മയും പിള്ളേരൊക്കെ എവിടെ പോയാവോ? എടി മോളെ, നീ അറിഞ്ഞോ ആ ചെറുക്കൻ ആരോ ഇരുട്ടടി അടിച്ചെന്ന്? ഏത് ചെറുക്കനെ? മേഘ അമ്പരപ്പട വല്യമ്മയെ നോക്കി. നമ്മുടെ കല്യാണ ചെക്കനെ ജനറേറ്റർ നോക്കാൻ വേണ്ടി ആ സൈഡിലോട്ട് ഇറങ്ങിയതാണത്രേ. ആരോ വന്ന് ചെറുക്കൻ്റെ മുഖത്ത് തുണിയിട്ടിട്ട് മേലാകെ ചുടുവെള്ളം ഒഴിച്ചു. പോരാത്തതിന് അതിൻ്റെ മോന്തി അടിച്ചു പൊളിച്ച് വെച്ചിരിക്കുക. ചുട്ടുപഴുപ്പിച്ച കോടാരി കൊണ്ടോ മറ്റോ ആണത്രേ അതിനെ തല്ലിയത്. പാവം, മുഖം ആകെ ചുവന്ന് വിങ്ങിയിരിക്കുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല. ഇടതുവശത്തെ പല്ലൊക്കെ ഇളകിയിരിക്കുകയാണെന്ന് തോന്നുന്നു. തുപ്പുമ്പോൾ ചോരയൊക്കെ വരുന്നുണ്ട്. ബ്യൂട്ടി പാർലറിൽ പോയി ഏതാണ്ടൊക്കെ ചെയ്ത താടിയല്ലേ, അത് ഇടത്തെ വശത്തേക്ക് മൊത്തം കരിഞ്ഞു പോയി. എന്നാലും നാളെ കല്യാണമായിട്ട് ഏത് മഹാഭാപിയാണാവും ഈ പണി ചെയ്തു വെച്ച്. വലിയ കാര്യത്തിൽ ആക്ഷനൊക്കെ ഇട്ട് പറയുമ്പോൾ മേഘ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. ഇത്രക്കൊന്നും ആകുമെന്ന് വിചാരിച്ചില്ല. എന്നാലും പണ്ടാരക്കാലിന് അങ്ങനെ തന്നെ വേണം. അല്ല വല്യമ്മേ, നേരത്തെ അമ്മയുടെ ഒച്ചയ്ക്ക് ഇവിടെ കേട്ടല്ലോ, അവരൊക്കെ എവിടെ പോയി?
ഇത് കേട്ടപ്പോ ഒക്കെ കൂടെ അങ്ങോട്ട് ഓടി മോളെ. വല്യമ്മ കഷ്ടം വെച്ച് സങ്കടത്തോടെ പറഞ്ഞു. കത്തുന്ന മനസ്സിന് ഇപ്പോഴാണ് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയത്. വല്ലാത്ത വിശപ്പ് തോന്നുന്നു. അവൾ അടുക്കളയിലേക്ക് ചെന്ന് കുറച്ച് ചോറെടുത്തു. ബീൻസ് തോരനും അയിലക്കറി ഉപ്പുമുളകിട്ട തൈരുമാണ് കറികളായിട്ടുണ്ടായിരുന്നത്. കറികളൊന്നും മേഘക്ക് വലിയ ഇഷ്ടമുള്ളതല്ല. എങ്കിലും അവൾ അതെല്ലാം എടുത്ത് ആസ്വദിച്ച് തന്നെ നന്നായി ഭക്ഷണം കഴിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയും പിള്ളേരും വന്ന്. അവർ വരുമ്പോഴും ജീവന്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭക്ഷണം കഴിച്ച പാത്രം കഴുകിയൊക്കെയായിരുന്നു മേഘ അന്നേരം. മേഘേ, നീ അറിഞ്ഞോടി ആ ജീവൻ ആരോ എന്തോ ചെയ്തെന്ന്? ആ, ഞാൻ അറിഞ്ഞു. ഉദാസീനമട്ടിൽ മേഘ പറഞ്ഞു. കാര്യവന് ചെറ്റയ്ക്കായിരുന്നു. എങ്കിലും ഇതിത്തിരി കൂടിപ്പോയി. ആരായാലും ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. അമ്മയ്ക്കിതെന്താ കഴിഞ്ഞൊക്കെ മറന്നുപോയോ? നന്നായി പോയി. അപ്പച്ചിക്കും ജീവേണ്ടൊന്നും ചില്ലറ അഹങ്കാരമൊന്നും ആയിരുന്നില്ലല്ലോ. അതിനുള്ള പണി കിട്ടിയതാണെന്ന് വിചാരിച്ചാൽ മതി. അമ്മ സഹതാപത്തോടെ പറഞ്ഞപ്പോൾ അമ്മു ദേഷ്യപ്പെട്ടു. അതല്ലടി മോളെ, നാളെ കല്യാണമൊക്കെ അല്ലേ. എങ്ങനെ ആ മോതയും വെച്ചിട്ട് അവൻ പന്തിൽ നിൽക്കുന്ന ആ സുമതി കരയുന്ന കരച്ചിരി കണ്ടിട്ട് എനിക്കങ്ങ് വല്ലാതായി പോയി. അമ്മയും പിള്ളേരും ചർച്ചകൾ പുരോഗമിപ്പിക്കുന്നുണ്ടെങ്കിലും മേഘ ഒന്നും ശ്രദ്ധിക്കാതെ തന്റെ മൊബൈൽ എടുത്ത് മുറിയിലേക്ക് നടന്നു. ജീവൻ ഓടിയ കൂട്ടത്തിൽ മൊബൈൽ കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞിരുന്നു. കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ ഒന്ന് ചെറുതായി ചിന്നിയിട്ടുണ്ട്. അത് കടയിൽ കൊടുത്ത് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും നേരത്തെ സംഭവിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടെ എത്തി നോക്കുന്നുണ്ട്. മൊബൈലിൽ ഏതോ ഒരു കോമഡി വീഡിയോയും കണ്ട് അവൾ ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ ജീവന്റെ കല്യാണം. പോവാൻ തീരെ ഇഷ്ടമില്ലെങ്കിലും തലേ ദിവസം വരെ വരാമെന്ന് പറഞ്ഞിരുന്ന താൻ പെട്ടെന്ന് വരുന്നില്ലെന്ന് കേട്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയെന്ന് വിചാരിച്ച് മേഘ ഒരുങ്ങാൻ തുടങ്ങി. കരിമ്പച്ച നിറത്തിലുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് ചുരിദാറായിരുന്നു അവളുടേത്. അതിൽ കഴുത്തിന്റെ ഭാഗം മാത്രം നിറയെ വെള്ള നിറത്തിൽ കുഞ്ഞു മഴത്തുള്ളികൾ പോലെ മുത്തുകൾ പിടിപ്പിച്ചിരിക്കുന്നു. അതിന് യോജിച്ച ആഭരണങ്ങൾ ധരിച്ച് നിൽക്കുമ്പോൾ അപ്പു വന്ന് മുടിയിൽ കുറച്ച് പൂ കൂടെ ചൂടിക്കൊടുത്തു. കണ്ണുകളും എഴുതിയ ഒരു കുഞ്ഞു വെള്ളക്കല്ലിന്റെ പൊട്ടുകൂടെ ധരിച്ചപ്പോൾ മേഘയുടെ ഒരുക്കം പൂർത്തിയായി. കല്യാണ വീട്ടിൽ നിന്ന് വണ്ടിയുണ്ടെങ്കിലും മേഘ അനിയത്തിമാരും അതിൽ പോയില്ല. ഒരു ഓട്ടോയും വിളിച്ച് അവർ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ജീവൻ വെഡ്സ് ആവണി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കൂടെ എൻഗേജ്മെന്റിന് എടുത്ത അവരുടെ ഫോട്ടോയും. മുഹൂർത്തത്തിന് സമയമായെന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ മേഘ നേരെ അങ്ങോട്ടേക്ക് നീങ്ങി. വസന്തസേന്റെ പ്രൗഢിക്കത്തെ വിവാഹമായിരുന്നു അത്. വസന്തസേന്റെ ഒപ്പെത്തിയില്ലെങ്കിലും സുമതിയും ജീവനും തങ്ങളെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ആഡംബരം കാണിച്ചു കൂട്ടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടെങ്കിലും നല്ല വലിപ്പമേറിയ ഓഡിറ്റോറിയം ആയതിനാൽ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സൈഡിലായി നീങ്ങി നിന്ന മേഘയെ ആരോ പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. മേഘയെ കണ്ടപ്പോൾ ജിനി എവിടെ നിന്നോ ഓടി വന്നു. ചേച്ചി, ആ ജനിമോളെ കണ്ടിട്ട് എത്ര ദിവസമായടാ? ജിനി മേഘയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മൊടുത്തു. ഇന്നലെ വന്നില്ലല്ലോ. അതിനെന്താ, ഇന്ന് വന്നല്ലോ. അവളുടെ കവളിൽ മെല്ലെ തഴുകിക്കൊണ്ട് മേഘ പറഞ്ഞു. അപ്പോഴേക്കും ജിനിയുടെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വന്നു. അവരപ്പോൾ അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. മോളെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ല്, ഞാനിവിടെ ഉണ്ടാകും. ജിനി അവരുടെ കൂടെ പറഞ്ഞയച്ച് മേഘ ഒരു കോണിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മുവും അപ്പ അവളുടെ പിന്നിലും വന്നിരുന്നു. കല്യാണം ചെറുക്കം വേദിയിൽ ഇരിപ്പുണ്ട്. പെൺകുട്ടി വന്നിട്ടില്ല. പക്ഷേ ക്യാമറാമാരുടെ തള്ളിച്ച കാരണം സ്റ്റേജിലേക്ക് ആരെയും വ്യക്തമായിട്ട് കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു സൈഡിലേക്ക് നീങ്ങി നിന്നു. ജീവനെ അപ്പോഴാണ് മേഘ ശരിക്കും കാണുന്നത്. വല്യമ്മ പറഞ്ഞ പോലെ തന്നെ താടി നന്നായി ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നല്ല കട്ട താടിയായിരുന്നു. ഒരു സൈഡ് കരിഞ്ഞു പോയത് കാരണം മറ്റേ സൈഡ് കൂടി അതുപോലെ സെറ്റ് ചെയ്താവും. കണ്ണുകളൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ട്. കവളിന്റെ ഒരു സൈഡ് വീർത്ത് നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. വലിയ ഉഷാറൊന്നുമില്ല. ആരെയും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. സുമതി അപ്പച്ചി എന്തൊക്കെയോ സ്റ്റേജിൽ നിന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അവളെ തോണ്ടി. എന്താടി ചേച്ചി, ദേ മറ്റേ ചേട്ടൻ. മറ്റേ ചേട്ടനോ? ആരാണെന്ന് മനസ്സിലാവാതെ അമ്മ കഴിച്ചുകൊണ്ടിടത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് നിൽക്കുന്നു. അവന്റെ ഡ്രസ്സ് കണ്ടപ്പോഴാണ് മേഘ അത്ഭുതപ്പെട്ട് നിന്നുപോയത്. കരിമ്പച്ച നിറത്തിലുള്ള ഷർട്ടും സ്വർണ്ണ കസവുള്ള മുണ്ടും. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ട് വന്നാണോ? പിറകിലിരിക്കുന്ന രണ്ടെണ്ണം ചെവി നിന്നുണ്ട്. മിണ്ടായിരിക്കും, അവളുമായിട്ട് ഓരോ സംശയങ്ങൾ. പറഞ്ഞിട്ട് വന്നോന്നല്ല. അവരങ്ങനെ വഴക്ക് പറഞ്ഞെങ്കിലും മേഘക്കാകെ നാണം തോന്നി. തങ്ങളെ അറിയുന്ന ആർക്കും തോന്നും പറഞ്ഞൊപ്പിച്ച് വന്നതാണെന്ന്. സിദ്ധാർത്ഥ് തലയാട്ടി വിളിച്ചപ്പോൾ മേഘ പരിഭ്രമത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്ന്. ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും അറ്റത്തുള്ള വാതിലിന്റെ അരികിലായിരുന്നു അവൻ നിന്നിരുന്നത്. സുന്ദരിയായിട്ടുണ്ട്. ആള് നന്നായി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. മേഘയുടെ ഡ്രസ്സിന്റെ നിറം കണ്ടപ്പോൾ അവനും ചിരി വരുന്നുണ്ടായിരുന്നു. സിദ്ധേണ്ണ സുന്ദരനായിട്ടുണ്ട്. അവനെ ഷർട്ടിലും മുന്നിൽ അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എപ്പോൾ കാണുമ്പോൾ ഷർട്ടും ജീൻസും അല്ലെങ്കിൽ ടീഷർട്ടും ജീൻസും ഒക്കെയാണ്. അച്ഛനും അമ്മയെ കണ്ടിരുന്നു. മേഘയുടെ അമ്മയെ പറഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ടെന്ന്. മേഘ വെറുതെ ചിരിച്ചു നിന്നതേയുള്ളൂ. പിന്നെയും കുറച്ചു നേരം കൂടെ അവർ സംസാരിച്ച് നിന്നു. മേഘ, എന്നാ പോട്ടെ? പോവാണോ? ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇല്ല, സമയമില്ല. താൻ വരുമെന്ന് പറഞ്ഞ കാരണം അച്ഛൻ പോരുന്ന കൂടുതലൊന്ന് കാണാൻ വേണ്ടി ഞാൻ വെറുതെ കയറിപ്പോ വന്നു. കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ തിരിച്ചു പോയും വേണം. അപ്പോഴേക്കും താലപ്പൊലിയേന്തെ പെൺകുട്ടികളുടെ നടുവിലൂടെ അടിമുടി ആഭരണങ്ങൾ ധരിച്ച് കല്യാണ പെണ്ണ് വരവായി. ആഭരണങ്ങൾ കൊണ്ട് പെണ്ണിനെ ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് തിരക്കുമായി. ആളും ബഹളുമായപ്പോൾ സിദ്ധാർത്ഥ് കുറച്ച് നീങ്ങി മേഘയെ തന്റെ അടുത്തേക്ക് കുറച്ചുകൂടെ നീക്കി നിർത്തി. താലിയിട്ട് നേരത്തെ പുറത്തു പോകേണ്ടെന്ന് കരുതി സിദ്ധാർത്ഥ കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ച് സ്റ്റേജിന്റെ അവിടേക്ക് മേഘയും കൂട്ടി കുറച്ചുകൂടെ നീങ്ങി നിന്നു. സുമതി നോക്കി കാണുകയായിരുന്നു തന്റെ മരുമകളെ. ഒരുപാട് സ്വർണ്ണമുണ്ട് ദേഹത്ത്. സുമതിയുടെ കണ്ണൊരു നിമിഷം മഞ്ഞളിച്ചു പോയി.
ബന്ധുക്കളുടെ ഇടയിൽ സുമതി ആകാശം മുട്ട അഹങ്കാരത്തിൽ നിന്നു. തന്റെ കുടുംബത്തിലോ രാഘവന്റെ കുടുംബത്തിലോ ആർക്കും ഇത്രയും സ്വർണ്ണ നിറമുള്ള ഒരു പെണ്ണിനെ കിട്ടിയിട്ടില്ല. അതിന് ഭാഗ്യമുണ്ടായത് തന്റെ മകൻ ജീവന് മാത്രമാണ്. പൊള്ളിയ വയറും നെഞ്ചും ചതഞ്ഞ കവിളും ചെവിലെയും താടിയിലെയും വേദനയൊക്കെ സഹിച്ച് ജീവനും നോക്കി കാണുകയായിരുന്നു ആവണിയെ. പറഞ്ഞ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു ഇഷ്ടക്കേടിലിരിക്കായിരുന്നു ഇത്രയും നേരം. അപ്പോഴാണ് പൊന്നിൽ കുളിച്ചു വരുന്ന ആവണിയെ കണ്ടത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.